ഹായ് ഗായ്സ്, എല്ലാവർക്കും ഫൺ മെയ്ഡ് വേയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മനുഷ്യൻ്റെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സൊക്കെയാണ് നോക്കുന്നത്. ഇതിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം വണ്ടറാക്കും. വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനെ നമ്മളെ ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ടല്ലേ, നമ്മുടെ തലച്ചോറ് എൻ്റെ തലച്ചോറ് എന്നെ പറ്റിക്കുക. ശരിക്കും പറഞ്ഞാൽ അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ തലച്ചോറിൽ കോഗ്നിറ്റീവ് ക്ലോഷർ എന്ന് പറഞ്ഞിട്ട് പ്രതിഭാസമുണ്ട്. കുറച്ചും കൂടെ ലഘുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് എപ്പോഴും ഈസി ആയിട്ടുള്ള വേയിലേക്കാണ് പോവുക. ഒരു ഉദാഹരണം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോവുകയാണ്. പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു ബോർഡ് കാണുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് ഒരു 2 കിലോമീറ്ററും കൂടി നമ്മൾ എത്തിച്ചേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 2 കിലോമീറ്ററുള്ള വെയിലൂടെ നമ്മൾ ഈസി ആയിട്ട് പോകും. കാര്യം ഈ കോഗ്നിറ്റീവ് ക്ലോഷർ എന്ന് പറഞ്ഞൊരു പ്രതിഭാസം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും തലച്ചോറിൽ അതുണ്ട്. മറ്റൊരു ഈസി ആയിട്ടൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വലിയൊരു വേദിയിലാണെന്ന് വിചാരിക്കുക, വലിയൊരു പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വലിയൊരു ക്ലാസ്സിലാണെന്ന് വിചാരിക്കുക. അതിലൊരു 100 കുട്ടികളുണ്ട്, അതിൽ നമ്മളുമുണ്ട്. ഈ 100 പേരിൽ ഇപ്പോൾ ടീച്ചർ ഒരു അഭിപ്രായം ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേര് ഈ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 90 പേരും എണീറ്റു എന്നിരിക്കട്ടെ. ബാക്കി 10 പേരിൽ നമ്മളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എണീക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒരു ടെൻഡൻസി തോന്നും. കാര്യം എന്താണ്? നമ്മൾ എണീറ്റില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയേണ്ടി വരും. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ പല ഗ്രൂപ്പുകളും വർക്ക് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെങ്കിൽ പരിണാമപരമായിട്ട് നമുക്ക് മനുഷ്യനിൽ വളർന്നു വന്നൊരു ഒരു ഫാക്ടറാണിത്. നമുക്കെപ്പോഴും ഒരു കൂട്ടത്തിൻ്റെ കൂടെ ഭയങ്കര സേഫായിട്ട് നിൽക്കാനാണ് നമുക്കിഷ്ടം. നമുക്ക് ഒറ്റയ്ക്ക് പോയിട്ട് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതിൽ ഒരുപാട് റിസ്കി ഫാക്ടേഴ്സ് ഉണ്ടെന്ന് എല്ലാ മനുഷ്യന്മാർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും തുനിയാറില്ല. അതാണ് കോഗ്നിറ്റീവ് ക്ലോഷർ എന്ന് പറയുന്നൊരു പ്രതിഭാസം. ഈ പറയുന്ന ഫാക്ട്സിൽ എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഫാക്റ്റിലേക്ക് പോകാം. രണ്ടാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് വി റിമെമ്പർ ഇമോഷൻസ് മോർ ദാൻ ഫാക്ട്സ് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങൾ ഓർക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ആ ഒരു ഫാക്ട്സ് അല്ല ഓർക്കുന്നത്, അവിടെ സംഭവിച്ച കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവിടെ നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഓർക്കുന്നത്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് വളരെ ജീവിതത്തിൽ സങ്കടപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു എക്സാമിന് വളരെയധികം ഒരു എക്സാമിന് നമ്മൾ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു എക്സാമിനെ സംബന്ധിച്ച് നമ്മൾ പിന്നീട് ഓർക്കുന്ന സമയത്ത് ആ എക്സാമിൽ ഏത് പേപ്പറിലാണ് നമ്മൾ എഴുതിയതെന്നോ, നമ്മൾ എഴുതിയ പേനയുടെ നീലയായിരുന്നോ കറുപ്പായിരുന്നോ, അല്ലെങ്കിൽ എക്സാം ഹാളിൽ നിന്ന് ടീച്ചർ ആരാണെന്നോ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ഓർക്കില്ല. നമ്മൾ ആകെ ഓർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പരാജയപ്പെട്ടപ്പോൾ നമുക്കുണ്ടായ ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, നമുക്കുണ്ടായ ഒരു വിഷമം, ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എപ്പോഴും ഓർക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാനാവും, നമ്മൾ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാനൊരു ബൈക്ക് ഓടിക്കുകയായിരുന്നു, ഒന്ന് ക്ലാഷായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ആ ഒരു ബൈക്ക് ക്ലാഷായ സംഭവം അല്ലെ ഏത് റോഡിലായിരുന്നു എന്നുള്ള കാര്യങ്ങളായിരിക്കില്ല നമ്മൾ ഓർക്കുന്നത്. നമുക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയെങ്കിൽ ആ മുറിവിൻ്റെ വേദന, അല്ലെങ്കിൽ ആ ഒരു സംഭവിച്ചപ്പോൾ, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പോൾ നമുക്കുണ്ടായ ആ ഒരു ഡിപ്രഷൻ ഉണ്ടല്ലോ, ആ ഒരു കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ എപ്പോഴും ഓർക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും സങ്കടപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സന്ദർഭങ്ങളല്ല, നമ്മൾ ആ ഇമോഷൻസ് ഓർത്താണ് എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ 7+or-2 റൂൾ എന്ന് പറയും. നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറ് എപ്പോഴും 5 മുതൽ 9 വരെയുള്ള ഇൻഫർമേഷൻസാണ് ഷോർട്ട് ടൈം മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പേഴ്സൊക്കെ ഒരു 10 അല്ലെങ്കിൽ 8, 9 ഡിജിറ്റിലൊക്കെ എപ്പോഴും ഒതുങ്ങി നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ തലച്ചോറിന് എപ്പോഴും ഒരു പ്രവണതയുണ്ട്, എപ്പോഴും അതിൻ്റെ ഷോർട്ട് ടൈം മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു 1 മണിക്കൂറുള്ളൊരു ക്ലാസ്സിൽ ശ്രദ്ധിച്ചു വന്നിരിക്കട്ടെ, ആ ഒരു മണിക്കൂറും ടീച്ചർ പഠിപ്പിച്ച ഒരു കാര്യങ്ങളും നമുക്ക് ഓർമ്മ കാണില്ല. പക്ഷേ ആ ഒരു മണിക്കൂറിൻ്റെ ഇടയ്ക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ, ഈ ഷോർട്ട് ടൈം മെമ്മറിയാണ് നമ്മൾ ടീച്ചർമാരൊക്കെ പറഞ്ഞ് ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത്. കാര്യം നമ്മൾ ആ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഏതൊരു മനുഷ്യൻ്റെ തലച്ചോറും വളരെ ശ്രദ്ധയോടെ ഇരിക്കത്തുള്ളൂ. ആ കുറച്ച് സമയത്ത് മാക്സിമം ഇൻഫർമേഷൻസ് സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ തലച്ചോറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഭയങ്കര ലോങ് ആയിട്ടുള്ളൊരു ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും ഓർക്കാതെ അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച ചെറിയ അതിൻ്റെ ഇടയ്ക്ക് ഒരു തമാശ ടീച്ചർ പറഞ്ഞാൽ നമ്മളത് ഓർത്തിരിക്കും പിന്നീട്. കാര്യം ആ ഒരു തമാശ പറഞ്ഞ സമയത്ത് നമ്മൾ ഇൻട്രസ്റ്റഡ് ആവുകയും ആ ഒരു ഷോർട്ട് ടൈം മെമ്മറി വളരെ കുറച്ച് കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കുകയും ചെയ്തു. ഈ ഒരു പ്രതിഭാസത്തിൻ്റെ പേരാണ് ദ 7+or- റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പറയാൻ പോകുന്ന അടുത്ത ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ലിങ്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സ് ആർ ഓൾവേസ് അഡിക്റ്റീവ് എന്നാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ, ഒരാളുടെയും ജീവിതത്തിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അതിൽ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കും. കാര്യം എന്താണ്? നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മൾ അതുപോലെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
ഇത് പണ്ട് മുതലേ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മമാർ നമ്മൾ പറഞ്ഞിട്ടുള്ള കഥകൾ, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടാണ്, ഞാൻ ഭയങ്കര കല്ലും മുള്ളും എന്ന് പറഞ്ഞു. പക്ഷേ അവരും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും അവരത് പറയില്ല. ഇനിയിപ്പം നമ്മളാണെങ്കിലും ഇനി വരുന്ന തലമുറയാണെങ്കിലും അവരുടെ മക്കളോടാണെങ്കിലും എന്ത് പറയും? ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഭയങ്കര പാടായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയും. നമ്മൾ സംഭവിച്ച നല്ല കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ഓർത്തിരിക്കില്ല. അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെ പെട്ടെന്ന് മറക്കാനും, ചീത്തയായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് ഓർത്തിരിക്കാനും നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേക വാസനയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളെക്കാളും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പറ്റിപ്പോയ പല പല കാര്യങ്ങൾ ഓർത്തായിരിക്കും നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ പലപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. അത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. അടുത്ത ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു ഫാക്റ്റാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൈലിംഗ് ക്യാൻ ട്രിക്ക് യുവർ ബ്രെയിൻ എന്ന് പറയും. അതായത് നമ്മുടെ തലച്ചോറിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ബോഡി റിയാക്ഷൻസിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ബോഡി ലാംഗ്വേജിന് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളരെ ഡെസ്പായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്ന ഒരു കാര്യം സംഭവിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിനക്ക് നിങ്ങളുടെ വട്ടാണോ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ എന്നാലും നമ്മൾ പ്രൈവറ്റായിട്ട് എവിടെയെങ്കിലും പോയിരുന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുക. നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവും ഇവൻ ഹാപ്പിയാണെന്നുള്ളൊരു തോന്നൽ ബ്രെയിനിനുണ്ടാകും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ ഡോപ്പമിൻ ഹോർമോൺസിനെ റിലീസ് ചെയ്യും. ഡോപ്പമിൻ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ഹോർമോൺസ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമിൻ ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ഹോർമോണിൻ്റെ വർക്കൗട്ട് മൂലം നമുക്ക് ഈസി ആയിട്ടൊരു എനർജി കിട്ടും. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഊർജ്ജമൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് വളരെയധികം ഡെസ്പായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇരുന്ന് ചിരിക്കുക. ആരും കാണുന്ന പോലെ ഇരുന്ന് ചിരിക്കരുത്. പിന്നെ വട്ടാന്ന് പറഞ്ഞിട്ട് നേരെ പോവുമായിരിക്കും. ആറാമത്തെ ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ടാസ്കിങ് ഈസ് എ മിത്ത് എന്നാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് പല ആൾക്കാരും എന്നോടാണെങ്കിൽ പോലും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒരു സമയത്ത് തന്നെ ഒരു 3 കാര്യങ്ങളോട് എനിക്ക് ചെയ്യാൻ പറ്റും. എഴുതാൻ, വായിക്കാൻ, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റ് പല പണികളും എനിക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറയും. ഇത് ഭയങ്കരമായിട്ട് അവൻ കള്ളം പറയുന്നതാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തലച്ചോറിന് ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റൂ. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ പറയുന്നത് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് ഞാൻ മറ്റൊരാളോട് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം കഴിഞ്ഞിട്ടാണ് അടുത്ത കാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ കൂടെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എഴുതുന്നതിൻ്റെ കൂടെ വായിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ക്രിക്കറ്റ് കളി അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മറ്റൊരു കാര്യം ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ആ ഒരു ഫുട്ബോളിനെ പറ്റി മാത്രമായിരിക്കും ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുക. ഒരു സമയത്ത് നമുക്ക് ഒരു കാര്യം മാത്രമാണ് നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറ് പെട്ടെന്ന് ഓർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. നമുക്കൊരു ജോലി കഴിഞ്ഞിട്ടേ അടുത്ത ജോലി ചെയ്യാൻ പറ്റൂ. ഈ അടുത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് യുവാക്കൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ചെറുപ്പക്കാരികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കോണ്ടാക്ട് ബിൽഡ് ട്രസ്റ്റ് എന്നാണ്. നമ്മുടെ വിശ്വാസം ബിൽഡ് ചെയ്യാനായിട്ട് നമ്മളൊരു ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെയുള്ള ആളുകൾ നമ്മുടെ കണ്ണിലേക്കായിരിക്കും ശ്രദ്ധിക്കുക. നമ്മുടെ കണ്ണിലേക്ക് മാത്രമായിരിക്കും അവരുടെ നോട്ടം. നമ്മുടെ മറ്റൊരു ശരീരഭാഗത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്കോ ഒന്നും അവരുടെ നോട്ടം പോലെ എപ്പോഴും കണ്ണിലേക്ക് മാത്രമായിരിക്കും ശ്രദ്ധിക്കുക. കണ്ണിലേക്ക് നോക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി നമ്മളോട് കണ്ണിലേക്ക് തന്നെയാണ് നോക്കി സംസാരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവരോടൊരു ട്രസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരോട് നമുക്കൊരു വിശ്വാസം ഉണ്ടാവും. അതുകൊണ്ടും ടീച്ചർമാർ കുട്ടികളോട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണി നോക്കി സംസാരിക്കുക എന്ന് പറയും. കണ്ണി നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണിൽ നോക്കിയാൽ മാത്രമാണ് ഒരു മനുഷ്യന് വിശ്വാസം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കുട്ടികളെ പോലും നമ്മളിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ആരോടെങ്കിലും സംസാരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ, പുതിയൊരാളെ പരിചയപ്പെടാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും കണ്ണി നോക്കി സംസാരിക്കുക. കണ്ണി നോക്കി സംസാരിച്ചാൽ ഉറപ്പായിട്ടും ക്ലിക്കാവും. എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എട്ടാമത്തെ ഒരു അടിപൊളി ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ഇൻഫ്ലുവൻസസ് മൂഡ് എന്നാണ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനിരിക്കുകയെന്ന് വിചാരിക്കുക, പഠിക്കാനിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനിരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കളർ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് വരുന്ന കളറുകൾ നമ്മളെ വളരെയധികം സ്വാധീനിക്കുമെന്നാണ് പറയുക. ഇതിന് വളരെയധികം ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും സയൻറ്റിസ്റ്റ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം വളരെയധികം വാം ലൈറ്റൊക്കെ ഉള്ളൊരു അന്തരീക്ഷത്തിലേക്ക് പോയാൽ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും. കാര്യം എന്താണ്? വാം ലൈറ്റ് അവരുടെ ബ്രെയിനിനെ സ്വാധീനിക്കുന്നു എന്നാണ്. എല്ലാവർക്കും ഈ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഏത് കളറിനോടാണ് കുറച്ചും കൂടെ റിയാക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു കളർ നമ്മുടേതായിട്ടുള്ള പ്രൈവറ്റ് സ്പേസിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ എപ്പോഴും എനർജറ്റിക് ആയിരിക്കും, നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒമ്പതാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ മെൻഷൻ ചെയ്തു പോയ ഒരു കാര്യമാണ് ബോഡി ലാംഗ്വേജ് സ്പീക്സ് ലൗഡർ എന്ന് പറയും. അതായത്
നമ്മുടെ ബോഡി ലാംഗ്വേജിന് നമ്മൾ പറയുന്നതിനെക്കാട്ടിലും ഉറക്കെ, അല്ലെങ്കിൽ അതൊരു റിട്ടറിക്കലായിട്ട് നമ്മൾ പറയുന്നതാണ്, നമ്മൾ പറയുന്നതിനെക്കാട്ടിലും ഒക്കെ ഉറക്കെ സംസാരിക്കാൻ പറ്റും. അതായത് കാര്യം പറയുമ്പോൾ, ഓരോ കാര്യവും പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ബോഡി ലാംഗ്വേജ് നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു പോലീസ് ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുന്ന സമയത്ത് ഒരു കള്ളൻ ആരാണ് എന്നൊക്കെ പെട്ടെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എത്ര മറച്ചാലും നമ്മുടെ ബോഡി ലാംഗ്വേജ് സംസാരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ മറ്റൊരാൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലൊരു ബോഡി ലാംഗ്വേജ്, നല്ലൊരു ബോഡി പോസ്റ്ററൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. 10ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമുക്കൊന്നും ഒട്ടുമില്ലാത്തൊരു കാര്യമാണ് സ്ലീപ്പ്. നമ്മൾ നന്നായിട്ട് കിടന്നുറങ്ങുക. സ്ലീപ്പ് ബൂസ്റ്റ് പ്രോബ്ലം സോൾവിങ് എന്നാണ് പറയുക. നന്നായിട്ട് കിടന്നുറങ്ങുന്ന ആളുകൾക്ക് ശരിക്കും ബ്രെയിനിനും നല്ലൊരു റെസ്റ്റിംഗ് ടൈം കിട്ടും. നമ്മളൊരു എഞ്ചിൻ എന്താണ്, ഒരുപാട് പ്രവർത്തിക്കുന്നൊരു എഞ്ചിൻ കുറച്ച് സമയം നമ്മളിങ്ങനെ നിർത്തിയിട്ട് കുറച്ച് റെസ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി കൂടും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഊർജ്ജം വർദ്ധിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ കാര്യവും, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ കാര്യവും എല്ലാം ഇങ്ങനെ തന്നെയാണ്. നമ്മളെപ്പോഴും നമ്മുടെ ആവശ്യത്തിനുള്ള റെസ്റ്റ് നമ്മൾ കൊടുക്കുക. നമ്മളെപ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് കൊടുക്കുക, നമ്മുടെ ബ്രെയിനിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, വിശ്രമിക്കാൻ അനുവദിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പ്രോബ്ലം സോൾവിങ്ങിനുള്ള സ്കില്ല് കൂടും, നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഒരു 10 ഫാക്ട്സിൽ ഏതൊരു ഫാക്റ്റാണ് നിങ്ങൾ ഏറ്റവും അധികം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫാക്റ്റിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ലിങ്ക് ചെയ്യാൻ പറ്റുന്ന എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് അടുത്തൊരു സെക്ഷനിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.